എല്ലാവർക്കും നമസ്കാരം. തൊപ്പിയോ അതോ അഖിൽ മാരാറോ? കഴിഞ്ഞ 99 ദിവസം ബിഗ് ബോസ് മലയാളം സീസൺ 7 ഫൈനൽ ദിനമായ ഇന്നത്തെ ദിവസത്തെ ആര് കപ്പ് തൂക്കും എന്നതിനെ കുറിച്ചാണ് സോഷ്യൽ മീഡിയയിൽ ഇന്ന് നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും വലിയ സംസാര വിഷയം. കഴിഞ്ഞ 99 ദിവസവും രണ്ടുപേരുടെയും അതല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും മത്സരാർത്ഥികളുടെയും പെർഫോമൻസിൽ നിന്നും ഇപ്പോൾ ഫൈനൽ 5 വന്നിരിക്കുകയാണ്. എന്നാൽ പുറത്ത് സോഷ്യൽ മീഡിയയിൽ ഏറെക്കുറെ ചർച്ച ചെയ്യുന്ന കാര്യമാണ് അനീഷ് ആയിരിക്കുമോ അതോ അനുമോളായിരിക്കുമോ. ഇതിന് മെയിനായിട്ടുള്ളൊരു കാരണം 2K കിഡ്സിൻ്റെ ഏറ്റവും വലിയ ഹരമായ സോഷ്യൽ മീഡിയകളിൽ തൻ്റെതായ വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയാണ് തൊപ്പി എന്ന് പറയുന്നത്. ആദ്യകാലത്ത് തൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും ഒരുപാട് മാറി, സ്വഭാവങ്ങളിൽ നിന്നും ഒരുപാട് മാറി വളരെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊപ്പി ഒരു സൈഡിൽ കോമണറായി കടന്നു വന്നിരിക്കുന്ന അനീഷിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നു. എന്നാൽ മറു സൈഡിൽ സെലിബ്രിറ്റികളും അതുപോലെ തന്നെ യൂട്യൂബേഴ്സും ഇപ്പോൾ സീസൺ 6 വിജയിയായ അഖിൽ മാരാറും ഒരു സൈഡിൽ അനുമോൾക്ക് വേണ്ടി ആഞ്ഞു പിടിക്കുവാൻ തുടങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ മത്സരം ഏറ്റവും കൂടുതൽ കടുത്തത് അവസാന ദിവസങ്ങളായ 2 ദിവസങ്ങളിലായിരുന്നു. ആ ദിവസങ്ങളിൽ രണ്ടുപേരുടെയും മൂട്ടിന്റെ നില ആർക്കും പ്രെഡിക്റ്റ് ചെയ്യുവാൻ വയ്യാത്ത രീതിയിലേക്ക് മാറി മറിയുകയുണ്ടായി. അതെ, ഉറപ്പായും കപ്പ് അനുമോക്ക് എന്ന് പ്രതീക്ഷിച്ച സ്ഥാനത്ത് നിന്നും എന്നാൽ ഇപ്പോൾ ആർക്കാണ് ഈ കപ്പ് തൂക്കുന്നതെന്ന് അറിയുവാൻ കേരള ജനത അല്ലെങ്കിൽ മലയാളികൾ ബിഗ് ബോസിനെ ഇഷ്ടപ്പെടുന്നവർ കാത്തിരിക്കുന്നത് പോലെ തന്നെ ഞാനും കാത്തിരിക്കുന്നു. ഇത് പ്രത്യേകിച്ചും ബിഗ് ബോസ് സീസൺ 7 മാത്രം ഒരു വിജയമല്ല. കാരണം പുറത്ത് 2 വ്യക്തികൾ അല്ലെങ്കിൽ 2 വ്യക്തിത്വങ്ങൾ അതല്ലെങ്കിൽ 2 സെക്ഷനുകൾ തമ്മിലുള്ള ഒരു മത്സരമാണ്. വെല്ലുവിളികൾ ഒരു പരിധിവരെ അതിര് കടന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇതിന്റെ വിജയ് ഓരോരുത്തരുടെയും അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിച്ചിരിക്കുന്നവരുടെ അഭിമാനത്തിന്റെ പ്രശ്നമായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് നോക്കാം ബിഗ് ബോസ് സീസൺ 7 കളികൾ എതിലേ പോകും, എങ്ങനെ വിജയിക്കുമെന്ന്, ആര് കപ്പ് തൂക്കുമെന്ന്. അതുമാത്രമല്ല പുറത്ത് ഫാൻ പവർ ആർക്കാണ് എന്നുള്ളതും നമുക്ക് ഇന്ന് മനസ്സിലാക്കാം. അതെ, നിങ്ങളെപ്പോലെ തന്നെ ഞാനും കാത്തിരിക്കുന്നു ആ വലിയ മനോഹരമായ സമയത്തിന് വേണ്ടി. നിങ്ങളുടെ സ്വന്തം കോട്ടയക്കാരൻ അച്ചായൻ. താങ്ക് യു.